ശമൂവേൽ 23 ഒന്നാമത്തെ വചനത്തിൽ പറയുന്നു, ദാവീദിൻ്റെ അന്ത്യവാക്യങ്ങളാണിത്. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ദാവീദ് വെറും ആട്ടിടയനായിരുന്ന ദാവീദിനെ ഇസ്രായേൽ രാജാവായി ദൈവം ഉയർത്തി. കർത്താവായ യേശു ക്രിസ്തു പോലും ദാവീദിൻ്റെ സന്തതിയായിട്ടാണ് ഈ ഭൂമിയിൽ കടന്നു വരുന്നത്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതേ വചനഭാഗത്തിൽ 2 ശമൂവേൽ 23 പറയുന്നുണ്ട്, ഔന്നത്യം പ്രാപിച്ച പുരുഷനാണ് ദാവീദ്, യാക്കോബിൻ്റെ ദൈവത്താൽ അഭിഷക്തനാണ്, ഇസ്രയേലിൻ്റെ മധുര ഗായകനാണ്. ഈ ദാവീദ് തന്നെ പറയുന്നു എന്തുകൊണ്ടാണ് ദാവീദിന് ഇത്രയും ഔന്നത്യം പ്രാപിക്കുവാനായിട്ട് സാധിച്ചത് എന്ന്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2 ശമൂവേൽ 23 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേലിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മുടെ ജീവിതം പല അവസ്ഥയിലൂടെ കടന്നുപോയിട്ട് യാതൊരു അനുഗ്രഹമോ മാറ്റമോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വചനത്തെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപിക്കുക, അതനുസരിക്കുക. 1, ദൈവത്തിൻ്റെ ആത്മാവ് ആണോ എന്നിൽ ഭരണം നടത്തുന്നത്? 2, കർത്താവിൻ്റെ വചനമാണോ എൻ്റെ നാവിന്മേലിരിക്കുന്നത്? ഇത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്താലുള്ള അനുഗ്രഹം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞു. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.